സീരീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കർത്താവിൻ്റെ ക്രൂശ് മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കറിയാം, മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, അതിനുശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് നമ്മൾ മറന്നുപോകുന്നു. ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് ഞാൻ പറയുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണം മൂലം പാപമോചനം ഉണ്ടായി. യേശു കല്ലറിൽ നിന്ന് ഉയർത്തിയിട്ടുകൊണ്ട് എനിക്ക് പുതിയ ജീവൻ വന്നു. യേശു തേജസ്കരിച്ചപ്പെട്ടതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടായി. ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തുന്നേറ്റത് കൊണ്ട് മാത്രമാണ് എനിക്ക് പുതിയ ജീവൻ വന്നത്. അല്ലെങ്കിൽ മരണത്തോടുകൂടി ജീവിതം തീരും. എന്നാൽ യേശു പറഞ്ഞു, അല്ല, ഇതിന് പിന്നീടൊരു ഉയർപ്പുണ്ട് എന്ന്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിലെ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റു എന്നുള്ളത് ഒരു സത്യമാണ്. 1 കൊരിന്ത്യർ 15-ന്റെ ആദ്യത്തുള്ള വാക്യങ്ങൾ തൊട്ട് പൗലോസ് അത് പല സാക്ഷികളെ നിർത്തി അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റതെന്നുള്ളത്. യേശുവിൻ്റെ നമുക്കറിയാം, യേശു മരിച്ചു കഴിഞ്ഞിട്ട് യേശുവിൻ്റെ സാധാരണ കേസിൽ മരിച്ചു കഴിഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കും. എന്നിട്ട് ആകാശത്തിലെ പക്ഷികൾ വന്നത് ഭക്ഷിച്ച് 3-4 ദിവസം കഴിഞ്ഞ് അവിടെ കിടക്കും. അതാണ് ഈ തലയോടിടം എന്ന് പറഞ്ഞ പേര് തന്നെ. അവിടെ വന്ന് ഒരുപാട് ആളുകൾ മരിച്ച് അവരുടെ എല്ലും കഷ്ണവും ഇതുമൊക്കെ അവിടെ കിടപ്പുണ്ട്. അതാണ് ആ പേര് തന്നെ വന്ന് അങ്ങനെ തലയോടിടം എന്നുള്ള പേര് വരാനുള്ള കാരണം കൂടി അതാണ്. അപ്പോൾ അവിടെ യേശുക്രിസ്തു മരിച്ചിട്ട് പിറ്റേ ദിവസം അവരുടെ ശബത്തായതുകൊണ്ട് നേരത്തെ തന്നെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ, ആരുടെയും വെക്കാത്ത കല്ലറയിൽ പീലാത്തോസിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ട് അടക്കുന്നതായിട്ട് കാണുന്നു. ലൂക്കോസ് 23-ന്റെ 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. യേശുവിനെ അടക്കി കഴിഞ്ഞിട്ട് യേശുവിന് എന്ത് സംഭവിച്ചു, യേശു എന്ത് ചെയ്തു എന്നുള്ള കഴിഞ്ഞൊരു 2 എപ്പിസോഡിന് മുമ്പ് ഉള്ളതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യേശു ക്രിസ്തു പാതാളത്തിൽ പോയി, പാതാള പറുദീസയിൽ പോയി എന്നൊക്കെ. കാരണം യേശുവിൻ്റെ ഒരു ഭാഗത്തുള്ള കള്ളൻ പറഞ്ഞല്ലോ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോഴേ, നീ എന്നോട് ഇന്ന് പറുദീസയിൽ ഇരിക്കും എന്ന് പറഞ്ഞു. ആ പറുദീസയിലെ കർത്താവ് അന്ന് രാത്രിയിൽ ചെന്നു. അവിടെ ചെന്നും സുവിശേഷം പറഞ്ഞു. സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റു. അതിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർത്തെഴുന്നേൽക്കും. അതിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ നിത്യജീവനുണ്ട് എന്നുള്ള കാര്യവും, അതുപോലെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈ ലോകത്തിൽ വന്ന് പാപം ഏറ്റെടുത്ത് ലോകത്തിൻ്റെ പാപം ഏറ്റെടുത്തു എന്നുള്ളത് മുൻപേ കൂട്ടിയുള്ള അതിനുവേണ്ടി കാത്തിരുന്ന പലരുമുണ്ട്. അവരെയൊക്കെ അറിയിക്കുകയായിരുന്നു. അത് മാത്രമല്ല, പൗലോസ് കണ്ടതുപോലെ പാതാള പറുദീസയെ അവിടുന്ന് പൊക്കി സ്വർഗീയ പറുദീസയാക്കി മാറ്റി എന്ന് വേണം ചിന്തിക്കാൻ. അവൻ താഴെ ഇറങ്ങി എന്ന് മാത്രമല്ല, അവൻ കയറി എന്നും വരുന്നില്ലയോ എന്നേ പൗലോസ് ചോദിക്കുന്ന ഭാഗം നമുക്ക് ഇവിടെ അറിയാം. അതുകൊണ്ട് കർത്താവ് താഴോട്ട് ഇറങ്ങുക മാത്രമല്ല, അവനെ ഹെവനിലേക്ക്, ഉയരത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. മേലോട്ട് കൊണ്ടുപോയി സ്വർഗീയ പറുദീസയാക്കി എന്ന് കാണുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇറങ്ങിയവൻ കയറിയവനുമാകുന്നു. ഇതെല്ലാം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പലർക്കും പ്രത്യക്ഷനായി. നമുക്ക് കാണും, ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷനായി, ബാക്കി 500 പേർക്കോളം പ്രത്യക്ഷനായി എന്ന് നമ്മൾ കാണുന്നു. ഇന്ന് നമ്മളോട് ഞാനിത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇതിനൊക്കെ ഉപരിയായിട്ട് യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. ദ പവർ ഓഫ് ക്രൈസ്റ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ റിസറക്ഷൻ. നമുക്കറിയാം, മെയിൻ ഈവൻ്റ്, ക്രിസ്ത്യാനിറ്റിയുടെ മെയിൻ ഈവൻ്റാണ് റിസറക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവൻ്റാണ് റിസറക്ഷൻ. കാരണം മനുഷ്യനെ റിഡീം ചെയ്യുക എന്നുള്ള പർപ്പസ്, മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ള പർപ്പസ്, ഓൾ പർപ്പസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് തന്നെ കർത്താവിൻ്റെ ശക്തി അതിൽ കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഈ റിസറക്ഷനിലാണ്. കാരണം കർത്താവ് ഈ ലോകത്തിൽ വന്നു മരിച്ചു, ഈ ഹാർഡ്ഷിപ്പ് എല്ലാം എടുത്ത് മരിച്ചു എന്നുള്ളതിൻ്റെ ഒരു വാലിഡേഷൻ, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കൊടുക്കുന്നതാണ് റിസറക്ഷൻ. ദൈവം അത് സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളതിന് ഒരു ഇതാണ്. യേശു പറഞ്ഞല്ലോ, കുരിശിൽ കിടന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദാറ്റ് മീൻസ്
ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി ഞാൻ നിവർത്തിച്ചു, സകല നിവർത്തിയായി എൻ്റെ പ്രാണനെ നിനക്ക് തരുന്നു. ദാറ്റ് ഈസ്, അത് കഴിഞ്ഞപ്പോഴേ ഗോഡ് ഈസ് സാറ്റിസ്ഫൈഡ്, ദൈവം സംതൃപ്തനായി എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെ ഇറ്റ് ഹാസ് പ്രൂവൺ ദാറ്റ്, അത് തെളിയിച്ചു ഈ മരണത്തെ ജയിക്കാനായിട്ട് കർത്താവിന് കഴിയും, കാരണം അവൻ മരണത്തെ ജയിച്ചു എന്നും കാണുന്നു. അതിൽ ഈ 1 കൊരിന്ത്യർ 15 എന്ന് പറയുന്ന ഗോസ്പലിൻ്റെ ഒരു എസൻസ് തന്നെയാണ് നമ്മൾ വായിച്ചത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗമൊക്കെ വ്യർത്ഥമാണ്. 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ ഹോളി വൺ, അവൻ പരിശുദ്ധനൊരിക്കലും ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല, ദ്രവത്വം കാണാനായിട്ട് സമ്മതിക്കുകയില്ല. അവൻ്റെ പരിശുദ്ധൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനിയും ഒരു പ്രധാനപ്പെട്ട ഒരു മർമ്മം ഇതിനോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. യോഹന്നാൻ 20-15 തൊട്ടുള്ള വാക്യങ്ങളിൽ മറിയ യേശുവിനെ അന്വേഷിച്ച് കല്ലറയിൽ വരുന്ന ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. അവളവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. 13-ാം വാക്യത്തിൽ, സ്ത്രീയെ നീ കരയുന്നത് എന്തേന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി എവിടെ വെച്ചു എന്ന് അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം നോക്കി യേശു നിൽക്കുന്നതുണ്ട്, യേശു എന്ന് അറിഞ്ഞില്ല താൻ. യേശു അവളോട്, സ്ത്രീയെ കരയുന്നത് എന്തേ, ആരെ തിരയുന്നു എന്ന് ചോദിച്ചാൽ അവർ തോട്ടക്കാരനെ നിരൂപിച്ചോളൂ. യജമാനെ, നീ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞതിന് അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായതിൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. ഇതൊരു വലിയ മർമ്മമാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്നെ തുടരുതെന്ന് പറഞ്ഞ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എന്ന് പറഞ്ഞു. എന്നെ തുടരുതെന്ന് പറഞ്ഞ് പിന്നീട് യേശുവിനെ തൊടുന്നുണ്ട്. അവിടെ വെച്ച് തുടരുതെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം യേശു തൻ്റെ ദൗത്യം തീർത്ത് അതിൻ്റെ റിപ്പോർട്ടിംഗ് ഉള്ള ടൈമാണ്, അതാണ് ചെയ്യാനായിട്ട് അവിടെ ആഗ്രഹിക്കുന്നത്. പിന്നീട് യേശുവിനെ എല്ലാവരും തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. യേശു ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുവിനൊരു ഗ്ലോറിഫൈഡ് ബോഡിയാണ്, മൗത്തീകരിച്ച ശരീരമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഈ സഹോദരൻ എന്ന് പറയുന്നൊരു വേർഡ് ഇവിടെ യേശു യൂസ് ചെയ്യുന്നു. നേരത്തെ യേശു ശിഷ്യന്മാരെന്നും സ്നേഹിതന്മാരെന്നും മാത്രം വിളിച്ചിരുന്നവരെ ഇവിടെ പറയുന്നു എൻ്റെ സഹോദരന്മാർ. ഇവിടെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം ചിന്തിച്ചു പോകും, മറിയയിലെ പിന്നീടുണ്ടായ മക്കളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2-3 വാക്യം കൂടെ ഇതുമായിട്ട് ചേർന്ന് വായിക്കാം. മത്തായി 28:10 യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ ഉന്നയിച്ചിരിക്കുന്നു. അതിന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആരായിരുന്നു? യേശു. എബ്രായർ 2:11 വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവേ, അതു ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പോഴേ നമുക്കിതിൽ നിന്ന് കാണാം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് വിളിക്കുന്നത്. അതിനു മുമ്പ് ശിഷ്യന്മാരെന്നും സ്നേഹിതന്മാരെന്നും ഒക്കെ പറയുന്നതല്ലാതെ സഹോദരന്മാർ എന്ന് പറയുന്നൊരു കോളിങ് പിന്നീടാണ് വന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, ദൈവം എന്നുള്ള ആ കൺസെപ്റ്റിൽ, ദൈവം എന്ന് പറയുന്ന ആ ട്രീയിലേക്ക് വരുമ്പോഴേ യേശുവിൻ്റെ ശരീരം ആകുന്ന സഭയാണ് ഓരോരുത്തരും. ഹെഡ് ക്രൈസ്റ്റും ഓരോ അംഗങ്ങളും സഭയുടെ അംഗങ്ങളാണ്. നമ്മൾ കർത്താവ് ഉയർത്തതിന് ശേഷം ഉയർപ്പിനാലെ നമുക്കെല്ലാവർക്കും എന്താണ്? പുതിയ ജീവൻ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ സൃഷ്ടിയായി. കർത്താവ് ഉയർത്തതാണ് കാരണം. അതിന് കർത്താവിനോട് യോജിക്കുമ്പോൾ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. 1 കൊരിന്ത്യർ 15:23 ഇങ്ങനെയാണ് പറഞ്ഞത്, ആദ്യഫലം ക്രിസ്തു,
പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആദ്യഫലം ക്രിസ്തു. ആദ്യഫലം എന്ന് പറഞ്ഞാൽ ഉയർപ്പിൻ്റെ ആദ്യഫലം ക്രിസ്തു. പിന്നീടുള്ളവരാ? പിന്നെ വരുന്നവരൊക്കെ അവൻ്റെ സഹോദരങ്ങളാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഈ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയായവരാണ്. എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്, പുതിയ സൃഷ്ടിയായി തീർന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ഫാമിലി ട്രീയിൽ നമ്മളെല്ലാവരും അംഗങ്ങളായി തീർന്നത് കൊണ്ടാണ് നമ്മൾ സഹോദരങ്ങളായത്. അപ്പോഴേ നമ്മളെ സഹോദരങ്ങൾ എന്ന് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് സഹോദരങ്ങളായത്. അതിനുശേഷമായില്ല. വേറൊരു കാഴ്ചപ്പാടും അതിനകത്തുണ്ട്. ഇത് ഒക്കെ തന്നെ യേശുക്രിസ്തു വന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയാണല്ലോ. ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയാണ് വന്നത്. അവരെല്ലാം സ്നേഹിതന്മാരും ശിഷ്യന്മാരും ഒക്കെ ആയി കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ചെല്ലാനായിട്ടാണ്. കൃപായുഗത്തിലേക്ക് വരുമ്പോഴേ ജാതികൾക്കും സുവിശേഷം കിട്ടി, അവരെല്ലാം അതിനോട് ചേർന്ന സഹോദരങ്ങളായി തീരുകയാണ്. അങ്ങനൊരു വ്യൂ ഉണ്ട്. എന്തായാലും ഒരേ ഒരു കാര്യം ഓർക്കുക, കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ദൗത്യം കർത്താവിൻ്റെ തീർന്നു. അവന് പുതിയൊരു ട്രാൻസ്ഫോംഡ് ബോഡിയായി. ഈ ട്രാൻസ്ഫോംഡ് ബോഡി ഞാനായതുപോലെ നിങ്ങൾക്കും ഇങ്ങനൊരു തേജസ്സുള്ള ശരീരം കിട്ടും. അപ്പോഴും നിങ്ങളും എന്നോടൊപ്പം ആകും. അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ എന്നോടുകൂടെ വാഴും, ജയിക്കുന്നവന് കിരീടം എന്ന് റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അവിടെ നമ്മളെല്ലാം കർത്താവിൻ്റെ സഹോദരങ്ങളാണ്. അത് ഈ ഉയർപ്പ് നമുക്ക് തരുന്ന വലിയൊരു ദൂത് അതാണ്. നമ്മൾ കർത്താവിൻ്റെ സഹോദരങ്ങളായി തീരുന്നു എന്നുള്ള വലിയൊരു ദൂത്. നമ്മൾ ഉയർക്കും, അത് നമുക്കറിയാം. പുനരുത്ഥാനം നമുക്കുണ്ടെന്നറിയാം. കർത്താവിൽ മരിച്ചവരെല്ലാം ഉയർക്കും, അത് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവെന്ന ഫാമിലി ട്രീയിൽ നമ്മൾ ഒട്ടിക്കപ്പെട്ട് ആ മഹാപുരോഹിതനായിട്ടുള്ള കർത്താവിനോട് പുരോഹിത വർഗമായിട്ട് നമ്മൾ അവനോട് ചേർന്നിരിക്കുന്നു എന്നുള്ള വലിയ ചിന്ത ഈ ഉയർപ്പിൽ നമ്മളെ ഭരിക്കട്ടെ. കർത്താവ് വീണ്ടെടുത്തു, നമ്മളെ വിടുവിച്ചു. എന്നാൽ അവനോട് ചേർന്ന് ബ്രദർ എന്ന് വിളിക്കാൻ കർത്താവ് ദൈവമാണ്, അവൻ ദൈവമാണ്. എന്നാൽ അവൻ നമ്മളെ ബ്രദർ എന്ന് വിളിക്കുന്ന ഒരു വലിയ അനുഭവം, അത് വലിയൊരു അനുഭവമാണ്. ഞാൻ 2-3 വാക്യങ്ങൾ പറഞ്ഞല്ലോ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 29-ാം വാക്യത്തിലെ ആ പുത്രന്മാർ, അനേകം പുത്രന്മാർ, അനേക സഹോദരന്മാർ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുവാൻ നമുക്ക് കാരണമായി തീർന്നു. അതുകൊണ്ട് സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, എബ്രായർ 2:11 ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവത്തിൻ്റെ സഹോദരനായി തീരുക എന്ന് പറയുന്നത് അത് വലിയൊരു വാല്യൂ ഉള്ളതല്ലേ. തീർച്ചയായും അത് നമ്മളെ ഈ ഉയർപ്പിൻ്റെ ദിവസം ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. സഹോദര ബന്ധത്തിലുള്ള റിലേഷൻഷിപ്പ്, കർത്താവുമായിട്ടുള്ള ബന്ധം, ദൈവവും ഞാനും അപ്പനും മകനുമുള്ള ബന്ധമാണ്. എന്നാൽ യേശു നമ്മുടെ സഹോദരനാണ് എന്നുള്ള ബന്ധം ഈ ദിവസങ്ങളിൽ നമുക്ക് ബലം തരട്ടെ, ശക്തി തരട്ടെ. തീർച്ചയായും സഹോദരവർഗം ഒന്നും തന്നെ നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാരെല്ലാം വീണ്ടെടുക്കപ്പെടണം. അത് എവിടെ കണ്ടത്? യോസഫിൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും മിസ്രൈമിലേക്ക് കൊണ്ടുവന്ന് അവരെ വീണ്ടെടുക്കാനായിട്ട് കൊണ്ടുവന്നതുപോലെ കർത്താവ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് അവൻ്റെ ചങ്കിലെ ചോര തന്നു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. അതിനാൽ ഈ ഉയർപ്പ്, ഇങ്ങനൊരു ആശയം, ഇങ്ങനൊരു ചിന്ത നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ സഹോദരന്മാരായി തീരുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ സാഹോദര്യത്തിൽ നിൽക്കണമെങ്കിൽ, അവൻ്റെ ഫെലോഷിപ്പിൽ നിന്ന് ഒരിക്കലും കട്ട് ചെയ്തു പോകാൻ നിൽക്കണമെങ്കിൽ, സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വലിയ ഫൊർഗീവ്നെസ് ചോദിക്കുകയും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ട വലിയൊരു ആവശ്യമുണ്ട്. ഇന്ന് രാത്രി അത് ചെയ്യുമോ? എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് ആ ഉയർപ്പിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മൾ വസിക്കും. അവൻ്റെ മരണത്തോടി ഏകീഭവിച്ചെങ്കിൽ
അവനോട് മരിച്ചടക്കപ്പെട്ടെങ്കിൽ ഉയർപ്പിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കും. സ്നാനത്തിൻ്റെ അനുഭവം അതാണ്. അവനോട് ചേർന്ന് മരിച്ചടക്കപ്പെടുകയും പുതിയ സൃഷ്ടിയായി ജീവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ രീതിയിൽ ഈ ദിവസങ്ങൾ ജീവിപ്പാൻ ദൈവം കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവ്, ഉയർപ്പിൻ്റെ പുതിയ ശക്തിയിൽ ജീവിപ്പാനായി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളിതിൻ്റെ സഹോദരന്മാരാകുന്നു എന്നുള്ള വലിയ ചിന്ത ഈ ദിവസം ഞങ്ങളെ ഭരിക്കട്ടെ. നീയുമായിട്ട് ചേർന്നുള്ള കൂട്ടായ്മയിൽ എപ്പോഴും ആയിരിക്കാനായിട്ട് കർത്താവെ ബലപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. രോഗികളായിരിക്കുന്നവരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആവശ്യങ്ങളിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകാനായിട്ട് വിസ ശരിയാകാതെ ചില പ്രയാസങ്ങളിലിരിക്കുന്ന ആരോ ഇത് കാണുന്നുണ്ട്. ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിലെ ആ പ്രോബ്ലത്തിൽ നിന്നെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് പ്രാർത്ഥിക്കൂ. അടുത്ത ആഴ്ചയിൽ തന്നെ ദൈവം അതിന് വലിയ റിലീസ് തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിടെ കൽപ്പിക്കുന്നു. കർത്താവ് അതിന് വലിയ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ ചില പ്രയാസങ്ങൾ കാണുന്ന ചില വ്യക്തികളെ ദൈവം അതിൽ നിന്ന് വിടുവിക്കുന്നു. ഒരു പ്രയാസം ഉണ്ടാകാതെ ദൈവത്തിൽ അപേക്ഷിക്കുന്നവർക്ക് ദൈവം അതിൽ നിന്ന് വിടുതൽ കൊടുക്കുമെങ്കിൽ ഈ രാത്രികാലം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം വലിയൊരു റിലീസ് അവരുടെ ജീവിതത്തിൽ കൊടുക്കും. അതോർത്ത് സ്തോത്രം. അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഈ തരണത്തിൽ ഏൽപ്പിക്കുന്നു. ക്ഷീണാവസ്ഥയിൽ ബലം കൊടുക്കുകയും ശക്തി കൊടുക്കുകയും ചെയ്യണം. തളരാതെ കർത്താവെ ഇരിപ്പാനായിട്ട് ദൈവമേ നീ ഈ ദിവസങ്ങൾ സഹായിക്കുക ഇടവരുത്തുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ട് ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കേട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇല്ല, പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അത് പോസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അതുപോലെ പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണം. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.